സെൻറ്റ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ ആൻ്റണി മാസ്റ്ററെ കുറിച്ച് പറയാതെ ഈ ഒരു പരിപാടി പൂർത്തിയാവുമെന്ന് തോന്നുന്നില്ല. കെ.പി. ആൻ്റണി മാസ്റ്റർ എന്ന വ്യക്തി ഏറെ നിശബ്ദനും എന്നാൽ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അതീവ ജാഗ്രതയോടുകൂടി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വിടർന്നതാണ് ബാലചിത്ര രചനാ മത്സരം എന്ന അത്യപൂർവമായ ഒരു മത്സര പരിപാടി. അന്ന് ഇന്ത്യയിൽ ശങ്കർ എന്ന് പറയുന്ന പ്രശസ്തനായ ചിത്രകാരൻ കുട്ടികളുടെ കഴിവ് പ്രോത്സാഹിപ്പിക്കാനായിട്ട് അഖിലേന്ത്യാ തലത്തിൽ ബാലചിത്ര രചനാ മത്സരം നടത്തിയിരുന്നു. അത് പത്രങ്ങളിലും മറ്റും പരസ്യപ്പെടുത്തിയ ശേഷം കുട്ടികൾ വീട്ടിൽ നിന്നോ സ്കൂളിൽ നിന്നോ വരച്ച ശേഷം അയച്ചു കൊടുത്ത് അത് പരിശോധിച്ച ശേഷം പുരസ്കാരം നൽകുന്ന ഒരേർപ്പാടായിരുന്നു. അത് എങ്ങനെയോ ആൻ്റണി മാസ്റ്ററുടെ മനസ്സിൽ തറച്ചു. കുട്ടികളുടെ ചിത്രങ്ങളോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ടായിരിക്കണം അത്തരം ഒരു മത്സരം നടത്തണമെന്നൊരാഗ്രഹം ഉണ്ടായി. പക്ഷേ അത് കോൾ ഫോർ ചെയ്തിട്ടുള്ള ചിത്രങ്ങളായിരുന്നില്ല, ഓൺ ദ സ്പോട്ട് മത്സരമായി. ഓൺ ദ സ്പോട്ട് മത്സരം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ വന്നാൽ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ മുന്നിൽ കുത്തിരുന്ന് കുട്ടികൾ ചിത്രം വരയ്ക്കുകയും ആ ചിത്രങ്ങൾ ശേഖരിച്ച ശേഷമാണ് മത്സര വിധികർത്താക്കൾ എത്തി അവരായിരുന്നു വിധി നിർണയം നടത്തിയിരുന്നത്. കോഴിക്കോട് നഗരത്തിലെ അക്കാലത്തെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായിരുന്നു ബാലചിത്ര രചനാ മത്സരം. അത് കോഴിക്കോട് വിട്ടു കേരളമായി, പിന്നീട് അഖിലേന്ത്യാ തലത്തിലായി. അങ്ങനെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബാലചിത്ര രചനാ മത്സരത്തിൽ രൂപം നൽകിയത് മാസ്റ്റർ. ആൻ്റണി മാസ്റ്ററുടെ പേരും പ്രശസ്തിയും അത്ര വലുതായി ഒന്നും ഫോക്കസ് ചെയ്യപ്പെട്ടതേയില്ല. കോഴിക്കോട്ടെ ബാലചിത്ര രചനാ മത്സരമാണ് എന്ന് മാത്രമേ അറിയൂ. ആൻ്റണി മാസ്റ്റർക്ക് അതിൽ വേണ്ടത്ര പ്രശസ്തിയോ പേരോ ഒന്നും ഒന്നുമില്ല. പക്ഷേ ഈ ഒരു മത്സരം ഒരു വർഷം പിറകെ നടന്നാണ് സംഘടിപ്പിക്കാറ്. ഏറ്റവും അവസാന കാലത്തൊക്കെ ആകുമ്പോഴത്തേക്കും 12,000 ആളുകൾ വരെ വന്ന് കുട്ടികൾ വന്ന് ഇത് മത്സരിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം നവംബർ മാസം ആകുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒക്ടോബറിലും അമ്മമാരും ചിത്രകലാധ്യാപകരും അച്ഛന്മാരും എല്ലാം ഫോണിലൂടെ ചോദിക്കും എന്നാണ് ബാലചിത്ര രചനാ മത്സരത്തിൻ്റെ ദിവസം. അങ്ങനെ ഒരു ഉത്സവത്തിൻ്റെ ദിവസം ചോദിക്കുന്ന അവസ്ഥയിലെത്തി ബാലചിത്ര. ഇന്ന് ആ ബാലചിത്ര രചനാ മത്സരമില്ല. കോഴിക്കോട് ടൗൺ ഹാളിലും മാനാഞ്ചിറയിലും പിന്നീട് ഇൻഡോർ സ്റ്റേഡിയത്തിലും പിന്നീട് ഇപ്പോഴത്തെ അബ്ദുറഹിമാൻ സാഹിബ് ഓഡിറ്റോറിയത്തിലും ഇതിനെല്ലാം പുറമെ ആൻ്റണി മാസ്റ്ററുടെ തന്നെ ജീവിതം ഒഴിഞ്ഞു വച്ചിരുന്ന സെൻറ്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ തിരുമുറ്റത്തും മത്സരം നടത്തിയിരുന്നു. ആ ഒരു മത്സരത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഇന്ന് ഏത് കുറിക്കല്യാണത്തിനായാലും കല്യാണപ്പന്തലിലായാലും ചിത്രരചനാ മത്സരങ്ങൾ എത്തിയത്. ചിത്രരചനാ മത്സരം തുഞ്ചമ്പറമ്പിൽ നടത്തിയതോടുകൂടി അതിലേറെ പ്രശസ്തി നേടുകയും ചെയ്തു. പുതുവർഷപ്പിറവിയിലെ ചിത്രമെഴുത്ത് എന്ന യൂണിവേഴ്സൽ ആർട്സ് അവിടെ തുഞ്ചമ്പറമ്പിലേക്ക് നീക്കിയത്. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന എക്കാലത്തും സെബാസ്റ്റ്യൻ മാഷായിരുന്നു. സർക്കാർ ജോലി കിട്ടി അത് ഒഴിവാക്കിയിട്ട് അച്ഛൻ കൊണ്ടു നടന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയും ആ ജോലി കളഞ്ഞ് യൂണിവേഴ്സൽ ആർട്സ് എന്ന സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാളായി ജോയിൻ ചെയ്തു. ഇന്നും ബാലചിത്ര രചനാ മത്സരങ്ങൾ ഇല്ലെങ്കിലും എല്ലാ ശനിയും ഞായറെങ്കിലും കുട്ടികളെ ചിത്രം വരപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യം
ആ സ്ഥാപനം നടത്തി വരുന്നുണ്ട്. അക്കാലത്ത് തന്നെ ആൻ്റണി മാസ്റ്റർ യൂണിസൽ എന്ന രീതിയിലാണ് ആ സ്ഥാപനത്തിന് പേരിട്ടത് എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ വിശാല മനസ്കഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ അത്തരമൊരു ഇല്ലാത്തതിൻ്റെ ഒരു ഖേദം എല്ലാ കുട്ടികൾക്കും ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മുമ്പ് പോൾ മാഷ് സെക്രട്ടറി ആയിരുന്നു. ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റും സെക്രട്ടറിയും ആയിരുന്നത് ആൻ്റണി മാസ്റ്ററുടെ മൂത്ത മകനും പ്രശസ്ത പത്രപ്രവർത്തകനും ആയിരുന്ന ഫ്രാൻസിസ് ആയിരുന്നു. കെ ഫ്രാൻസിസിൻ്റെ ഒരു ബന്ധം വെച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വരാത്ത VIP-കൾ ഇന്ത്യയിൽ തന്നെ കുറവാണ്. എല്ലാ ചിത്രകാരന്മാരും വന്നിട്ടുണ്ട്, എല്ലാ മന്ത്രിമാരും വന്നിട്ടുണ്ട്. പി ഉമ്മർക്കോയ, ഉണ്ണീരിക്കുട്ടി, തെരുവത്തി രാമേട്ടൻ തുടങ്ങിയ പ്രശസ്തർ, ചെലവൂർ വേണുവിനെ പോലെയുള്ള ആളുകൾ, കൊടമന വേണുവിനെ പോലെയുള്ള ആളുകൾ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാറുണ്ട്. പത്രങ്ങളും അക്കാലത്ത് ഏറ്റവും വലിയ വാർത്തയായി 1-ാം പേജിൽ തന്നെ സ്ഥാനം പിടിച്ചിരുന്നു ബാലചിത്രരചനാ മത്സരം. ഇതോടൊപ്പം തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പേരാണ് കാലിക്കറ്റ് ടൈംസിൻ്റെ ചീഫ് എഡിറ്ററായിരുന്ന ജോയ് വർഗീസിൻ്റെ. ജോയ് വർഗീസ് ഈ സന്ദർഭങ്ങളിൽ എത്രയോ ദിവസങ്ങളോളം ഫ്രാൻസിസ് ചേട്ടനോടൊപ്പവും നമ്മോടൊപ്പവും കൂടെ തന്നെ നിന്ന് ഈ പരിപാടി വിജയിപ്പിച്ച ശേഷം മാത്രം ആഹ്ലാദിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ജോയിൻ്റെ. ജോയിന് എക്കാലത്തും യൂണിവേഴ്സലും ഞങ്ങളൊക്കെ തന്നെ മറക്കില്ല എന്നുള്ളത് സത്യം. മാനാഞ്ചിറയിലെ വലിയ ഓലപ്പന്തലിൻ്റെ കീഴിൽ സൂര്യവെളിച്ചത്തിൻ്റെ ഒരു മിന്നലാട്ടം ഇങ്ങനെ താഴെ കാണാം. അവിടെ ഇരുന്ന് കുട്ടികൾ ചിത്രം വരയ്ക്കുന്നത് കാണാൻ തന്നെ ആ പന്തലിന് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ വർണ്ണത്തിൽ ആറാടാനായി എത്തിയ ഒരു കാഴ്ച ഇന്നില്ല എന്നതിൻ്റെ സങ്കടം ബാക്കി നിൽക്കുന്നുണ്ട്. ഏതായാലും ആൻ്റണി മാസ്റ്ററെ അക്കാലത്ത് കേരള സംസ്ഥാന പുരസ്കാരം നൽകി. അതിൽ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നാടകത്തിൻ്റെ ഒരു ഭ്രാന്തിനുള്ള കാലമായതിനെ കൊണ്ട് ആൻ്റണി മാസ്റ്റർ എൻ്റെ എല്ലാ നാടകങ്ങൾക്കും ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലത്തിനുള്ള കാര്യങ്ങൾ ഒരുക്കി തരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുപോലെ ആൻ്റണി മാസ്റ്റർ എന്നെ വല്ലാണ്ട് ബഹുമാനിച്ചൊരു കാര്യമുണ്ട്. സെൻറ്റ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂളിൽ അത്രയും വലിയ ഹാളിന് തുല്യമായിട്ടുള്ള വലിയ പിൻകർട്ടനുകൾ അദ്ദേഹം വരച്ചതായിട്ട് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം വേറെ ആരോ ചേർന്നിട്ടായിരുന്നു. പക്ഷേ അത് മുഴുവൻ നശിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് പാവം നടന്നിരുന്നത്. ആ കാലത്ത് സെൻറ്റ് ജോസഫ് ബോയ്സ് സ്റ്റേജിൻ്റെ ഏതോ ഒരു വശത്ത് ഒരു കുഴി പ്രത്യക്ഷപ്പെട്ടപ്പോൾ കുട്ടികൾ വന്ന് എന്നോട് പറഞ്ഞു, അവിടെ വലിയൊരു ദ്വാരമുണ്ട്, അതിൻ്റെ അകത്തേക്ക് ആൾക്കാർ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിയൂളിനോട്, ശങ്കരച്ചനാണ് തോമസാണ് എനിക്ക് ഓർമ്മയില്ല, അവരോട് പറഞ്ഞു, ഹെഡ്മാസ്റ്ററോട് പറഞ്ഞു, നമ്മളൊന്ന് വൈകുന്നേരം ഇതൊന്ന് തുറന്നു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫാദറും ഞാനും ഇവരൊക്കെ കൂടി പോയി സ്റ്റേജിൻ്റെ ആ കുഴിയിലേക്ക് ഉള്ള ഭാഗം ഒന്ന് അടർത്തി അകത്ത് കയറിയപ്പോൾ അദ്ദേഹം വരച്ച 5 വലിയ സ്ത്രീകൾ, ഒന്ന് ഒരു രാജധാനിയാണ്, ഒന്ന് വലിയൊരു കാടാണ്, പിന്നെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്ന എന്തൊരു ബഹളമുള്ള ഒരു ചിത്രം. ആ കർട്ടനുകൾ വീണ്ടും തിരിച്ച് സ്കൂളിന് ലഭിച്ചതിലുള്ളൊരു വലിയ സന്തോഷം മാഷക്ക് എന്നോടുണ്ടായിരുന്നു. എക്കാലത്തും മാഷോടൊപ്പവും മാഷ കുടുംബത്തിനോടൊപ്പവും ഇപ്പോൾ ബാബു കാരാത്തര, സെബാസ്റ്റ്യൻ മാഷായാലും റോയി ആയാലും എല്ലാം ഒരു ഏക സഹോദര രീതിയിലുള്ളൊരു ബന്ധം അന്നേ കാത്തു സൂക്ഷിച്ചിരുന്നു. ആ മാഷെക്കുറിച്ച് പറയാതെ എൻ്റെ ഇത്തരം ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ ഓർക്കാതെ വയ്യ. അതുകൊണ്ട് ആൻ്റണി മാസ്റ്ററുടെ ഈ ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കുന്നു. വീണ്ടും പിന്നെ പറയാം.